പാചകവാതക വില വർധനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ പാചകവാതക വില എന്താണെന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ഇത്രയും നാൾ ജനങ്ങൾ പിടിച്ചുനിന്നില്ലേ എന്നും സുരേഷ് ഗോപി. സംസ്ഥാനത്ത് മെയ് 6 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മാള വടമയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. മാള പാറേക്കാട്ടിൽ വീട്ടിൽ 58 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാചകവാതക വില വർധനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ പാചകവാതക വില എന്താണെന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ഇത്രയും നാൾ ജനങ്ങൾ പിടിച്ചുനിന്നില്ലേ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഇന്ധനവില വർദ്ധിക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന് അല്ലേ. നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ. വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധനവുണ്ടാവും. സംസ്ഥാനത്ത് മെയ് 6 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കൊടും ചൂടിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം. ഇന്നു മുതൽ വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇത് പ്രകാരം 5 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് 3 മണിക്കൂർ നേരത്തേക്ക് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തി NMSS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ നിർഭയ് യാദവ്. ഐരാണിക്കുളം സ്കൂളിലെ വിദ്യാർത്ഥിയായ നിർഭയ് യാദവാണ് സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയത്. നാടിന്റെ അഭിമാനമായ നിർഭയിനെ കുഴൂർ പഞ്ചായത്ത് പ്രതിനിധികൾ ആദരിച്ചു. ജീവിത സാഹചര്യങ്ങളുടെ പരിമിതികളെ അതിജീവിച്ച് മികവിന്റെ നേട്ടവുമായി ഐരാണിക്കുളം സ്കൂളിലെ വിദ്യാർത്ഥി നിർഭയ് യാദവ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. നിർഭയ് സ്കൂളിനും നാടിനും അഭിമാനമായി. ബീഹാറിൽ നിന്ന് 15 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ എത്തിയ കുടുംബത്തിലെ അംഗമാണ് നിർഭയ്. കൂലിപ്പണിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പിതാവ് അരവിന്ദ് യാദവും അമ്മ രജിത ദേവിയും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് മകന്റെ പഠനത്തിന് പിന്തുണ നൽകിയിരിക്കുന്നത്. സ്വന്തമായി വാങ്ങിയ ചെറിയ സ്ഥലത്ത് ലളിതമായ ഒരു കൂരയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് നിർഭയയുടെ വിജയം വലിയ സന്തോഷമാണ്. സഹോദരൻ അഭയ് യാദവും പഠനത്തിൽ പിന്തുണയുമായി കൂടെയുണ്ട്. പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും ആത്മവിശ്വാസവും സ്ഥിരതയുമാണ് നിർഭയെ ഈ നേട്ടത്തിൽ എത്തിച്ചതെന്ന് അധ്യാപകരും നാട്ടുകാരും പറയുന്നു. ചെറിയ കൂര പോലെയുള്ള ഒരു വീട്ടിൽ ഇവരെ വളർത്തി വലുതാക്കി ഐരാണിക്കുളം ഹൈസ്കൂളിൽ പഠിപ്പിച്ച് ഇന്ന് ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. ഇതൊരു പറയുകയാണെങ്കിൽ അന്യസംസ്ഥാനത്തു നിന്ന് വന്ന് മലയാളമൊക്കെ പഠിച്ച് ഒരു ഉന്നത വിജയം നേടാൻ പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. അതായത് അവയെ പ്രത്യേകം ഞങ്ങൾ കുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഈ വാർഡിലെ നാട്ടുകാരുടെ പേരിലും അഭിനന്ദിക്കുവാൻ ഈ അവസരം ലഭിക്കുകയാണ്. പഠിച്ച് നല്ല നിലയിൽ വളർന്ന് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനം കാത്തുരക്ഷിക്കണം, ഉന്നതത്തിലെത്തണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിയുടെ മികവ് പരിഗണിച്ച് കുഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, വാർഡ് മെമ്പർ ബിജി വിൽസൺ,
അംഗങ്ങളായ സുധീഷ്, ബിജി ഷാജു എന്നിവർ ചേർന്ന് നിർഭയെ അനുമോദിച്ചു. നാടിന്റെ അഭിമാനമായി മാറിയ നിർഭയ് യാദവിന്റെ നേട്ടം കഠിനാധ്വാനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ശക്തമായ ഉദാഹരണമായി മാറുകയാണ്. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള വടമയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. മാള പാറേക്കാട്ടിൽ വീട്ടിൽ 58 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. അഷ്ടമിച്ചിറയിൽ കോഴിക്കട നടത്തുന്ന ഫ്രാൻസിസ് കടയിൽ നിന്നും ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നതിനായി മാളയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസിനെ ഉടൻ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ ആംബുലൻസിൽ വെച്ച് ഫ്രാൻസിസിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഊട്ടുതിരുനാളിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. വെറ്റിലപ്പാറ പറമ്പി വീട്ടിൽ സോജുവിൻ്റെ ഭാര്യ നിൽബി, മകൾ സോന എന്നിവരെയാണ് കാട്ടാന ഓടിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11:00 സംഭവം. അരൂർ മൊഴി സെൻറ്റ് പോൾസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് വീടിന് സമീപം റോഡിൽ ആന എത്തിയത്. ഇവർക്ക് നേരെ ആന എത്തിയതോടെ ഇവർ തിരിഞ്ഞോടി സമീപവാസിയുടെ വീട്ടിൽ കയറി. പിന്നീട് പ്രദേശവാസികൾ പടക്കമെറിഞ്ഞും ബഹളം വെച്ചുമാണ് ആനയെ കാട്ടിലേക്ക് ഓടിച്ചു വിട്ടത്. വടക്കൻ പറവൂരിൽ യുവതിക്ക് പാമ്പ് കടിയേറ്റു. ചെറിയ പല്ലംതുരുത്ത് സ്വദേശിനി സൗമ്യയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. വീടിന് വെളിയിൽ ഇരുന്ന പ്ലാസ്റ്റിക് കവർ എടുക്കാൻ ശ്രമിക്കവെയാണ് സൗമ്യയുടെ വിരലിൽ പാമ്പ് കടിച്ചത്. ഉടൻ തന്നെ സൗമ്യയെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ വനംവകുപ്പിന്റെ സർപ്പ ടീം സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിലിൽ സമീപത്തു നിന്നും ഒരു പാമ്പിനെ പിടികൂടി. എന്നാൽ സൗമ്യയെ കടിച്ച പാമ്പ് ഇതുതന്നെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടില്ല. പൂലാനി വിഷ്ണുപുരം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിനും നരസിംഹ ജയന്തി മഹോത്സവത്തിനും തുടക്കമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി വിഷ്ണുപുരം വിജീഷ് രവി, മേൽശാന്തി സന്ദീപ് കോനൂർ എന്നിവരാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ദേശമംഗലം ഓങ്കാരാശ്രമത്തിലെ നിഗമനാനന്ദ തീർത്ഥ പാദസ്വാമികളാണ് യജ്ഞാചാര്യൻ. ഇന്ന് ഉത്സവബലി, മുളപൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. ഞായറാഴ്ച സപ്താഹവേദിയിൽ രാവിലെ 11-ന് രുക്മിണി സ്വയംവരം നടക്കും. എടമുട്ടം പടിഞ്ഞാറ് കാപ്പിരിക്കാവിനടുത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശി ശാർക്കര വീട്ടിൽ ധനേഷാണ് മരിച്ചത്. എടമുട്ടം പടിഞ്ഞാറ് കാപ്പിരിക്കാവ് ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള ഒരു വീട്ടുപറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിന്റെ ആൾമറ ഭിത്തിക്ക് മുകളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പരിസരവാസികളാണ് മൃതദേഹം കണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വില വർധനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ പാചകവാതക വില എന്താണെന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ഇത്രയും നാൾ ജനങ്ങൾ പിടിച്ചു നിന്നില്ലേ എന്നും സുരേഷ് ഗോപി. സംസ്ഥാനത്ത് മെയ് 6 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മാള വടമയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. മാള പാറേക്കാട്ടിൽ വീട്ടിൽ 58 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.